ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പക്കവടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം. കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നുള്ള ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ മസാലപ്പൊടിയാണിത്, 1 ടേബിൾ സ്പൂൺ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഇതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പക്കവടയ്ക്ക് കളർ കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 3-4 പച്ചമുളക് എരിവില്ലാത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക്. അപ്പോൾ കൈകൊണ്ട് കുഴച്ചെടുത്ത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. നന്നായിട്ട് മാവ് പൊങ്ങി വരും. നമ്മുടെ പക്കവടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ്സും സോഫ്റ്റും ഒക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്ററാക്കി റെഡിയാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ഒറ്റയടിക്ക് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ മാവ് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ച് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. മൂടി വെക്കാം നമുക്ക്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് കുറേശ്ശെ നമ്മുടെ കൈകൊണ്ട് തന്നെ നുള്ളി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടില്ല. നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മാവൊന്നും കറക്റ്റായിട്ട് അല്ല ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണോ വേണ്ട അത്രയും നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മുടെ പക്കവടയ്ക്ക് കളർ കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. വേറെ ഫുഡ് കളറൊന്നും തന്നെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. 2 വശം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതും ഇവിടെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് കോരിയിട്ട് കൊടുക്കാം. നല്ല അടിപൊളി പക്കവടയാണ്. നല്ല മൊരിഞ്ഞ് ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനുസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്.